നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് സമൂഹ മാധ്യമ ആപ്പായ ടെലഗ്രാമിനെ, മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിനെ താൽക്കാലികമായി നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അതായത് രാജ്യത്ത് നടത്തുന്ന പ്രധാനപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകരുടെ ചോദ്യപേപ്പർ, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ അടക്കം ചോർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് ടെലഗ്രാം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ടെലഗ്രാമിനെ താൽക്കാലികമായി നിരോധിക്കാൻ, അതായത് ഈ നീറ്റ് പരീക്ഷ പിന്നീട് വീണ്ടും നടത്തുന്ന നീറ്റ് പരീക്ഷ കഴിയുന്നതുവരെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഒരുപക്ഷെ ആ നിരോധനം ഇനിയും നീണ്ടുപോയേക്കാം എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഘട്ടത്തിലാണ് ടെലഗ്രാം കേന്ദ്ര സർക്കാരിനെതിരെ നിശിതമായ വിമർശനവുമായി കോടതിയെ സമീപിച്ചത്. നേരത്തെ തന്നെ ടെലഗ്രാം ഇതുമായി ബന്ധപ്പെട്ട വിവാദമായ ഒരു പ്രസ്താവന കേന്ദ്ര സർക്കാരിന് എതിരെ നടത്തിയിരുന്നു. ചോദ്യപേപ്പറുകൾ അത് ചോരാതെ സൂക്ഷിക്കാൻ കഴിയാത്തത് അത് സർക്കാരിൻ്റെ വീഴ്ചയാണ്. സർക്കാരിൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടി ടെലഗ്രാമിനെ പഴിക്കുന്നു, ഇതിനുവേണ്ടി ടെലഗ്രാമിനെ നിരോധിക്കുന്നു എന്നൊക്കെയാണ് ടെലഗ്രാം മേധാവികൾ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. തുടർന്ന് അവർ ദില്ലി ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. ഈ നിരോധനം അന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ടും നിരോധനം എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ടെലഗ്രാം അധികൃതർ ദില്ലി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എന്നാൽ ഈ ഹർജി ഇപ്പോൾ ദില്ലി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ടെലഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടെലഗ്രാമിൻ്റെ ഹർജി തള്ളിക്കൊണ്ട് ദില്ലി ഹൈക്കോടതി കൃത്യമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ വേണ്ടത്ര അംഗീകാരം അല്ലെങ്കിൽ വേണ്ടത്ര അധികാരമില്ലാതെയാണ് ഇത്തരത്തിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വേണ്ടത്ര കാരണമില്ലാതെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരോധനം നീതികേടാണ് എന്നാണ് ഇപ്പോൾ ഈ ടെലഗ്രാം ഏജൻസി, ഇപ്പോൾ ടെലഗ്രാം അധികൃതർ ദില്ലി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. എന്നാൽ അത്തരം വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ദില്ലി ഹൈക്കോടതി. ഇതിന് ഈ നിരോധനം നടത്താൻ പൂർണ്ണമായ കാരണങ്ങളുണ്ട്, കാരണങ്ങൾ പര്യാപ്തമാണ്. ഇതൊരു ചെറിയ നിയന്ത്രണം മാത്രമാണ്. രാജ്യത്തിൻ്റെ താല്പര്യം, രാജ്യത്തിൻ്റെ കുട്ടികളുടെ ഭാവിയെ കരുതി ഈ ചെറിയ നിയന്ത്രണങ്ങളൊക്കെ കമ്പനി പാലിക്കേണ്ടതാണ്. IT ആക്ട് 69A അനുസരിച്ചിട്ടുള്ള നിരോധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ നിരോധനം ഏർപ്പെടുത്തുമ്പോൾ കേന്ദ്ര സർക്കാർ ചില കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നിയമാനുസൃതമായി നിയമത്തിന് വിധേയമായിട്ടാണ് ഇത്തരം നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ നിരോധനത്തെ എതിർക്കാൻ കഴിയില്ല എന്നുമാണ് ദില്ലി ഹൈക്കോടതിയുടെ നയം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് കേന്ദ്ര സർക്കാർ ഈ ഹർജിക്കെതിരെ ഉന്നയിച്ച വാദമുഖങ്ങളാണ്. ടെലഗ്രാം കേന്ദ്ര സർക്കാരിനെ ശക്തമായി വിമർശിച്ച് പിറ്റേ ദിവസം ഹർജി ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്തു. ഈ ഹർജിക്കെതിരെ ശക്തമായ വാദമുഖങ്ങളാണ് കേന്ദ്ര സർക്കാർ നികത്തിയിരിക്കുന്നത്. ഈ ടെലഗ്രാം എന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു സമൂഹ മാധ്യമ മെസ്സേജിംഗ് ആപ്പാണ്. അവിടെ കുറ്റവാളികൾക്കും തട്ടിപ്പുകാർക്കും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇത്തരത്തിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഈ പറയുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറ്റവാളികൾക്ക് ഒളിച്ചിരിക്കാനും കുറ്റവാളികൾക്ക് അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ നടത്താനും സാധിക്കുന്ന ഒരു വലിയ ഡാർക്ക് വെബാണ് ഈ പറയുന്ന ടെലഗ്രാം എന്നത്. അതുകൊണ്ട് ടെലഗ്രാമിനെ സമ്പൂർണ്ണമായി നിരോധിക്കണം, മത്സര പരീക്ഷ കഴിയുന്നതുവരെ എന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അധികൃതർ, അതായത് കേന്ദ്ര സർക്കാർ അധികൃതർ കോടതിയെ ബോധിപ്പിച്ചിരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടെലഗ്രാമിനെതിരെ കടുത്ത നടപടിയുമായി കോടതി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ എന്ന ഒരു ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ടെലഗ്രാമിനെ കുറിച്ച് പുറത്തു വരുന്നത്. ആ ടെലഗ്രാം സാധാരണക്കാരായ ഉപയോക്താക്കളെ, അവരുടെ ഡാറ്റകളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു സാങ്കേതിക തികവുമുള്ള ഒരു ഏജൻസിയല്ല. അതുകൊണ്ട് തന്നെ അവിടെ മെസ്സേജിങ്ങൾ അല്ലെങ്കിൽ അവിടെ ആശയവിനിമയം നടത്തുന്നത് അത്ര സുരക്ഷിതമല്ല എന്ന നിലപാടിലാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. കേന്ദ്ര സർക്കാരിനും ഈ നിലപാടാണുള്ളത്. അതുകൊണ്ടാണ് കോടതിയിൽ ഇതിനെ ശക്തമായി ഈ ടെലഗ്രാമിനെതിരെ വാദിച്ചത്. കുറ്റവാളികളുടെ പറുദീസയായി ടെലഗ്രാം മാറുന്നു. കുറ്റവാളികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ടെലഗ്രാം ചെയ്തു കൊടുക്കുന്നു. ഈ സാധാരണക്കാരായ ജനങ്ങൾ ഈ ടെലഗ്രാം മുഖേന കഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ നിരോധനം നീക്കരുത് എന്നാണ് പിന്നീട് ദില്ലി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ വാദിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി ടെലഗ്രാമിന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്.